നമസ്കാരം. പ്രദർശനം അറ്റ് 5:30 എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രദർശനം ഡോക്യുമെന്റിയുടെ ഭാഗമായി നടത്തുന്ന ഈ പ്രോഗ്രാമിൽ നമ്മളുടെ വിശ്വാസങ്ങളെയും വിശ്വാസങ്ങളിലെ അനാചാരങ്ങളെ പറ്റിയാണ് കൂടുതൽ പ്രതിപാദിക്കുന്നത്. വിശ്വാസങ്ങളിൽ നമ്മൾ വിശ്വാസികളായ ഭക്തന്മാർ നടത്തുന്ന അനാചാരങ്ങളെ പറ്റിയാണ് കൂടുതലും ഈ പരിപാടിയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നിലവിളക്കിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിലവിളക്ക് എന്താണെന്നും നിലവിളക്കിൻ്റെ പ്രതലം എന്താണെന്നും ആ തണ്ട് ഭാഗം എന്താണെന്നും മുകൾ ഭാഗം എന്താണെന്നും നിലവിളക്കിൻ്റെ കത്തുന്ന തിരി എന്താണെന്നും അതിലെ നാളം എന്തിനെ പറ്റിയാണെന്നും നിലവിളക്കിൻ്റെ ചൂട് എന്തിനെ ഉദ്ദേശിച്ചിട്ടാണെന്നും നിലവിളക്കിൻ്റെ പ്രകാശം എന്തിനെ ഉദ്ദേശിച്ചാണെന്നും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നിലവിളക്കിൽ 7 തിരി ഇട്ട് നിലവിളക്ക് കത്തിക്കുന്നത് എങ്ങനെയാണ്, ആരാണ് നിലവിളക്ക് കത്തിക്കേണ്ടത്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, ഏത് ദിക്കിലേക്ക്, രാവിലെ ആണെങ്കിൽ ഉദയത്തിലാണെങ്കിൽ നമ്മൾ എപ്പോഴാണ് കത്തിക്കേണ്ടത്, വൈകിട്ടാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എപ്പോഴാണ് കത്തിക്കുക, ഏത് ദിക്കിനെ അഭിമുഖമായി നിന്നിട്ട് വേണം കത്തിക്കാൻ, ആരാണ് കത്തിക്കേണ്ടത്, ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പ്രതിപാദിക്കുന്നത്. ഇതൊന്നും ഞാൻ ഈ വിഷയങ്ങളൊന്നും തന്നെ ഈ ദിക്കിനെ കുറിച്ച് അറിയുന്ന ആളുകളെ കുറിച്ചോ നിലവിളക്കിനെ കുറിച്ചോ നിലവിളക്ക് തിരിയിടുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയുന്നവരോടല്ല പറയുന്നത്. അത് അറിയാത്ത ആളുകളോട് ഇത് മനസ്സിലാക്കാൻ വേണ്ടി, അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ അറിയില്ലാത്ത കാര്യങ്ങൾ ഞാൻ അറിവുള്ള ആളുകളുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അതിനെപ്പറ്റി ഒരു ചർച്ച ചെയ്യാറും അതിനെപ്പറ്റി പ്രതിപാദിച്ച് പറയാറും ചെയ്യും. അപ്പം വീട്ടിൽ രാവിലെ നമ്മൾ ഉദയത്തിന് മുൻപ് വീട്ടിലെ അമ്മ ആണ് നമ്മൾ എന്ത് ചെയ്യാം, നിലവിളക്ക് കത്തിച്ച് കൊണ്ടുവരും. ആ നിലവിളക്ക് കത്തിച്ച് കൊണ്ടുവരുമ്പോൾ ദീപം എന്ന് പറയാറുണ്ട്. അത് കേട്ട് നിൽക്കുന്നേരം നമ്മൾ രാവിലെ ആണെങ്കിൽ നമ്മൾ അത് വന്നിട്ട് അമ്മ കിഴക്കോട്ട് അഭിമുഖമായി, അതിലുപരി സൂര്യഭഗവാനെയും കൂടി നമ്മൾ നമസ്കരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങോട്ട് കിഴക്കോട്ട് അഭിമുഖമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, നിലവിളക്ക് ഒരു പലകയിൽ വെച്ചിട്ട് അതിൻ്റെ റോട്ട് കിണ്ടിയിൽ വെള്ളവും നിറച്ചിട്ട് അതിൻ്റെ അടുത്ത് സൈഡിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ നിലവിളക്ക് കത്തിക്കുക. വൈകിട്ട് നമ്മൾ അസ്തമയം സമയത്ത് നമ്മൾ പടിഞ്ഞാറോട്ട് അഭിമുഖമായി നിന്നിട്ട് ആണ് നമ്മൾ വീട്ടിലെ അമ്മ വിളക്ക് കത്തിച്ച് വരുന്ന സമയത്ത് അത് പിടിച്ചു വരുന്നത് മേഹശുദ്ധിയും മനഃശുദ്ധിയോടും നമ്മളത് നിലവിളക്ക് കത്തിച്ച് വരുന്ന സമയത്ത് തിരി താന്നു പോകാനും പാടില്ല. നിങ്ങൾ നിലവിളക്ക് കത്തിച്ച് കൊണ്ടുവരുന്ന സമയത്ത് ആ തിരികളൊക്കെ തന്നെ താന്ന് പിന്നെ നിങ്ങൾ നിലത്ത് വെച്ചത് അങ്ങനെ ചെയ്യാം. തിരി കെടാതെ തന്നെ നിങ്ങൾ കൊണ്ടുവരണം. ഇത് കത്തിക്കുന്നത് നമ്മൾ പറഞ്ഞു, നമ്മളെ വീട്ടിലെ നെഗറ്റീവ് എനർജി അബ്സോർവ് ചെയ്ത് പോയിട്ട് പോസിറ്റീവ് എനർജി അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. എന്നും അവിടെ നിലനിർത്തണേ, എൻ്റെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും എന്നും എൻ്റെ വീടിൽ നിലനിർത്തണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അമ്മ എന്ത് ചെയ്യുന്നത്, നിലവിളക്ക് ആ ഉമ്മറത്ത് കൊണ്ടുവയ്ക്കുന്നത്. അപ്പം നമ്മളിപ്പം അമ്മ വൈകിട്ടാണെങ്കിൽ നിലവിളക്കുമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ദീപം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും അവിടെ നിൽക്കുന്ന, നമ്മളിപ്പോൾ ഒരു സദസ്സിലിരിക്കുകയാണെങ്കിൽ ആ സദസ്സിൽ എല്ലാവരും കൈകൂപ്പും, വിശ്വാസികൾ എല്ലാവരും കൈകൂപ്പുന്നതാണ്. ആ വിളക്കിനെ നമ്മൾ നമസ്കരിക്കുന്നതാണ്. വിളക്ക് എന്താണെന്നുള്ളത് കഴിഞ്ഞ് ഞാൻ എപ്പിസോഡിൽ പറഞ്ഞു, ഏതൊക്കെ ദേവീദേവന്മാർ അടങ്ങിയതാണ് ആ വിളക്കുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ നിലവിളക്ക് കത്തിക്കുന്നതിന്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നതാണ്. ഈ എപ്പിസോഡിൽ ഈ പറഞ്ഞ വിഷയത്തെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.